ഇന്ത്യൻ ആർമിയുടെ നാഡീവ്യൂഹത്തെ നിയന്ത്രിക്കുന്ന സ്ഥിരാകേന്ദ്രമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കോർ ഓഫ് സിഗ്നൽസ് ഒന്നാം ലോക മഹായുദ്ധത്തിനു മുൻപ് 1911 സ്ഥാപിതമായത്. വാർത്താവിനിമയത്തിനായി റേഡിയോ തരംഗങ്ങൾ അതിനു മുൻപേ പ്രയോഗത്തിലുണ്ടായിരുന്നുവെങ്കിലും വിശ്വസനീയവും ദർശനീയവുമായ ശബ്ദസഞ്ചാരോപാധിയായി ദീർഘകാലം ഉപയോഗിക്കപ്പെട്ടത് കമ്പി അഥവാ കേബിൾ തന്നെയായിരുന്നു. ശബ്ദം പുറപ്പെടുന്ന സ്ഥലം മുതൽ കേൾക്കപ്പെടുന്ന സ്ഥലം വരെ ഇടതടവില്ലാതെ യുദ്ധരംഗങ്ങളിൽ കമ്പി വിരിക്കുക എന്നത് അത്യന്തം ശ്രമകരവും അപകടം നിറഞ്ഞതും എളുപ്പവഴികളില്ലാത്തതുമായ ഒരു ഏർപ്പാടാണ്. വേറിട്ട കാഴ്ചകളുടെ ഈ അധ്യായത്തിൽ 1965 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൽ ആ ക്ലേശപൂർണമായ ദൗത്യത്തിൽ പങ്കെടുത്ത് വിജയശ്രീലാളിതനായി വീരചക്രവും മെഡലുകളും നേടിയ ലാൻസ് ഹവീൽദാർ KG ജോർജ് സംസാരിക്കുന്നു. എൻ്റെ മൂത്ത ബ്രദർ ആർമിയിലുണ്ടായിരുന്നു, ആർമി സിഗ്നൽസിൽ. ആ പുള്ളി അന്ന് മീററ്റിലായിരുന്നു ജോലി ചെയ്യുന്നത്. ഞാൻ ഇവിടുന്ന് പുള്ളിയുടെ ഭാര്യയും ഒരു മകളെയും കൂട്ടിക്കൊണ്ട് ഇവിടുന്ന് പോയി. മദ്രാസിൽ ചെന്നപ്പം പുള്ളി അവിടെ വന്നു. അവിടുന്ന് ഞങ്ങൾ മീററ്റിന് പോയി. അവിടെ ഒരു മാസമൊക്കെ നിന്ന് കഴിഞ്ഞപ്പം അവിടെ റിക്രൂട്ടിംഗ് ഓഫീസിൽ പോയി മിലിറ്ററിയിൽ ചേർന്നു. ജബൽപൂരിന് പോയി. ജബൽപൂരിൽ പോയി ട്രെയിനിങ് എല്ലാം കഴിഞ്ഞ് ടെക്നിക്കൽ ട്രെയിനിങ്ങും കഴിഞ്ഞ് അവിടുന്ന് പോസ്റ്റിങ് കിട്ടിയത് ജമ്മുവിലേക്കാണ്. 26 ഇൻഫൻട്രി ഡിവിഷണൽ റെജിമെൻറ്റ്. അവിടുന്ന് 57 തിരിച്ച് ജബൽപൂരിന് പോയി ട്രെയിനിങ് സെൻറ്ററിൽ. അന്ന് നല്ല ആരോഗ്യമായിരുന്നു. ആരോഗ്യം എന്നെ ആണെങ്കിലും ഡ്രില്ല് PT ഇതെല്ലാം നല്ല ഇതായിരുന്നു. ഫയറിങ് ആണെങ്കിലും എല്ലാം നല്ല മാർക്കോടുകൂടിയാണ്. നല്ല എല്ലാ കോഴ്സിനും ഫസ്റ്റായിരുന്നു. അതായത് ഇപ്പം പാകിസ്ഥാനുമായിട്ട് ഒരു യുദ്ധം ഉണ്ടാവുകയാണെങ്കിൽ നമ്മുടെ വയർലെസ് ഒക്കെ നിശ്ചലമായിരിക്കും. കാരണം അവർക്കത് പിടികിട്ടുമല്ലോ. ഇത് ലൈൻ കമ്മ്യൂണിക്കേഷനാണ് അന്ന് നടത്തിക്കൊണ്ടിരുന്നത്. ഫ്രണ്ടിൽ നിന്ന് അങ്ങ് വാക്കൂര് എയർപോർട്ട് ഗണ്ണ്, ആർട്ടറി ഗണ്ണ്, ഇതിനെല്ലാം കണക്ഷൻ ഫ്രണ്ടിൽ നിന്നുണ്ട് കൊടുക്കണം. ഇവരെല്ലാം യോജിപ്പിച്ച് നിർത്തണം. ഓർമ്മ ഗോവ ഓപ്പറേഷന് ഞാനുണ്ട്, ഫീൽഡിലുണ്ട്. പക്ഷെ അത് കൂടുതലായിട്ട് നമുക്ക് ഇടപെടേണ്ടി വന്നിട്ടില്ല. പിന്നെ ചൈനീസ് വാറിൽ ഞാൻ ഡൽഹിയിലെ എയർപോർട്ടിൻ്റെ കൂടെ, എയർഫോഴ്സിൻ്റെ കൂടെ ആയിരുന്നു. തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ രാജ്യത്തിന് വേണ്ടി ഇത്രയും സേവനം അനുഷ്ഠിച്ച ഒരാളെ രാജ്യം ഇപ്പോഴും മറന്നിട്ടില്ല. അതാണ് അതിൻ്റെ പ്രാധാന്യം. അതിൽ വേറൊരു സംഗതി ഇതിലുണ്ടായത്, ഈ ഇതുപോലുള്ള അവാർഡ് കിട്ടിയ മലയാളികൾ ജീവിച്ചിരിക്കുന്ന, വീരചക്രം കിട്ടി ജീവിച്ചിരിക്കുന്ന ഒരേ ഒരു വ്യക്തി മിസ്റ്റർ ജോർജ് തന്നെയാണ്. അത് ആ സമയത്തൊക്കെ മീഡിയയിലൊക്കെ വന്നിരുന്നു. അതൊക്കെ ഇത്രയും 50 വർഷങ്ങൾക്ക് ശേഷവും ഈ 85-86 വയസ്സിലും അത് ഓർത്തിരിക്കാനും അന്നത്തെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ അവിടെ വന്ന ആളുകളോട് വളരെ കറക്റ്റായിട്ട് ഏത് സെക്ടറിലായിരുന്നു പുള്ളി, എന്താണ് ഡ്യൂട്ടി ചെയ്തത്, ഇതെല്ലാം വളരെ കൃത്യമായിട്ട് ആർമി ഓഫീസേഴ്സിനോടും പറയാറുന്നതൊക്കെ. അതൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ നമുക്ക് തന്നെ നമ്മുടെ രാജ്യത്തിനേക്കുറിച്ചും നമ്മുടെ ഈ ഫോഴ്സിനെ കുറിച്ച് നമുക്ക് ഭയങ്കര ഇതുണ്ടാകും. പത്തനംതിട്ട ജില്ലയിലെ കന്നന്താനം ശാന്തിപുരം കോഴിക്കുന്നത്ത് ജോർജ് എന്ന വേബിച്ചായൻ 10ാം തരം കഴിഞ്ഞ് 1953 പട്ടാളത്തിൽ ചേർന്നത്. 16 വർഷത്തെ സേവനത്തിനുള്ളിൽ
ഇന്ത്യയിൽ ഉടനീളം സഞ്ചരിച്ചു. ഐക്യരാഷ്ട്രസഭയ്ക്ക് വേണ്ടി ഈജിപ്തിലും കുറെ നാളുകൾ ചെലവഴിച്ചു. 1965 ഏപ്രിൽ മാസത്തിൽ ഇന്ത്യൻ സേന പഞ്ചാബിലെ വാഗ അതിർത്തിയും കടന്ന് ലാഹോറിലേക്ക് ആത്മവിശ്വാസത്തോടെ കുതിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് അവിചാരിതമായി വാർത്താവിനിമയ ബന്ധം മുറിഞ്ഞുപോയത്. വീണ്ടും കേബിൾ വലിച്ച് കേന്ദ്ര കമാൻഡുമായുള്ള കമ്മ്യൂണിക്കേഷൻ പുനഃസ്ഥാപിക്കാനുള്ള ചുമതല ജോർജിനെയാണ് അധികാരികൾ ഏൽപ്പിച്ചത്. പാതിവഴിയിൽ ജീപ്പിനുമേൽ ശത്രുവിന്റെ ഷെൽ വീണു. കൂടെ പോന്ന 3 പേരും മരിച്ചു. ബേബിച്ചായൻ പിന്മാറിയില്ല. ബാക്കി ദൂരം മുട്ടിൽ ഇഴഞ്ഞു നീങ്ങി സൂര്യൻ ഉദിച്ചു പൊങ്ങും മുൻപ് പണി പൂർത്തിയാക്കി. അനേകം ധീര ജവാന്മാരുടെ ജീവനാണ് അന്ന് ഈ പത്തനംതിട്ടക്കാരൻ രാഷ്ട്രത്തിന് തിരിച്ചുകൊടുത്തത്. ചെറുപ്പകാലം മോശമായിരുന്നു. മോശമെന്ന് പറഞ്ഞാൽ അന്ന് തന്നെ പറമ്പിലെ ആദായം അല്ലാണ്ട് ആദായങ്ങളില്ലല്ലോ. കൃഷി തെങ്ങായിരുന്നു ഈ പ്രദേശത്ത് മുഴുവൻ എൻ്റെ ചെറുപ്പത്തിൽ. അതുകൊണ്ട് ജീവിക്കാനുള്ള തെങ്ങിൻ്റെ വരുമാനം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഇപ്പം തെങ്ങെല്ലാം പോയി കഴിഞ്ഞപ്പോൾ റബ്ബർ വെച്ചു. എൻ്റെ അനിയൻ നേവിയിലുണ്ടായിരുന്നു. ഡോക്ടർ ബാബ എല്ലാം മരിച്ച കൂട്ടത്തിൽ അവനും മരിച്ച്. അതായത് കൊച്ചിയിൽ നിന്ന് അല്ല മദ്രാസിൽ നിന്ന് ചെന്നൈ പെരുമ എന്ന് പറഞ്ഞൊരു ഷിപ്പ് കൊണ്ടുവരാനായിട്ട് ബോംബെക്ക് പോയതാണ്. അല്ല, ബോംബെക്ക് പോട്ടെ, ജർമ്മനിക്ക്. ബോംബെയിൽ നിന്ന് കയറി ആൽപ്സ് പർവ്വതത്തിൽ മരിച്ചു 66. ഡോക്ടർ ബാബ ഇല്ലേ, ആറ്റോമിക് എനർജി, അങ്ങനെ മരിച്ച കൂട്ടത്തിൽ. സ്വാതന്ത്ര്യ സമരത്തിന് ഈ സമരമൊക്കെ ഞങ്ങൾ ചെയ്തിട്ടുണ്ട് സ്കൂളിൽ. അന്ന് ഇവിടെ സ്കൂളിൽ സ്വാതന്ത്ര്യം കിട്ടിയപ്പം ഞാൻ നെടുങ്ങാടപ്പള്ളി CMS സ്കൂളിലാണ് പഠിച്ചോണ്ട്. അവിടുന്ന് സ്വാതന്ത്ര്യം അന്ന് സമരത്തിനെല്ലാം മുമ്പിലുണ്ടായിരുന്നു, സ്കൂൾ ലീഡറായിരുന്നു. അത് കഴിഞ്ഞ് ആഗസ്റ്റ് 15 ഒരു മല്ലപ്പള്ളിയിൽ നിന്ന് രഥം കെട്ടിയ 101 കാളെ കെട്ടിയ ഒരു രഥം ഇങ്ങോട്ട് വന്നു. അന്ന് അതിന് സ്വീകരണം കൊടുത്തേണ്ട നേതൃത്വത്തില. അന്നത്തെ ഇന്ത്യ ഒന്നുമില്ലായിരുന്നു, ഒന്നുമില്ല. ഇപ്പോഴത്തെ അന്ന് ഇത് കഴിഞ്ഞിട്ട് കുവൈറ്റിൽ ചെന്നപ്പം കുവൈറ്റിൽ മൺകൂരകളായിരുന്നു മുഴുവൻ. പിന്നെ അതെല്ലാം ഞാനവിടെ ഉള്ളപ്പം തന്നെ എല്ലാം പൊളിച്ച് വലിയ ബിൽഡിങ്ങുകളൊക്കെ ആയി. മൺകൂരകളിലാണ് അവർ താമസിച്ചുകൊണ്ടിരുന്നത്. പിന്നെ അതുപോലായിരുന്നു കേരളം ഇന്ത്യ മുഴുവൻ. ഞാൻ അന്ന് എയർപോർട്ടിൻ്റെ കൂടെ അമേരിക്കയിൽ നിന്ന് ഫ്ലൈറ്റ് പ്ലെയിൻ വന്ന സാധനങ്ങളെ തേസ്പൂരിലും അവിടെ ഇവിടെയെല്ലാം കൊണ്ടിറക്കിയത്. അമേരിക്ക നമുക്ക് ഒത്തിരി സഹായം ചെയ്ത്. അവരുടെ എയർപോർട്ട് പ്ലെയിൻ വന്നാണ് സാധനങ്ങൾ എല്ലാം കയറ്റി തേസ്പൂരിലും ബോർഡറിലും എല്ലാം കൊണ്ട് കൊടുത്തിട്ടുള്ളത്. എന്നെ ഒരു 4 മണിയായപ്പോൾ ഓഫീസർ വിളിച്ചിട്ട് പറഞ്ഞു സിവിൽ ഡ്രസ് ഇട്ടുകൊണ്ട് വരാൻ പറഞ്ഞു. ഞാൻ ഇത് നല്ലൊരു ഡ്രസ്സ് ഇട്ടുണ്ട് ഇതെന്നുണ്ട്. പറഞ്ഞു ഇത് അങ്ങനെ വേണ്ട, സാരമില്ല. പോയി കൊണ്ട് എന്നോട് പോയിന്റ് കാണിച്ചു തന്നു. ബോർഡറിൽ പോയി സിവിലിയൻ PND-കാരും ഉണ്ടായിരുന്നു, പോസ്റ്റ് ടെലിഗ്രാഫുകാർ. അവർ കൊണ്ടുവന്ന് എന്നെ ഒരു പോയിന്റ് കാണിച്ചു. അവിടുന്ന് മുന്നോട്ട് നമ്മൾ കമ്മ്യൂണിക്കേഷൻ കൊടുക്കണം. ഈ ബ്രിഗേഡ് മൂവ് ആവുന്ന കൂട്ടത്തിൽ മുന്നോട്ട് നമ്മൾ കമ്മ്യൂണിക്കേഷൻ കൊടുക്കണം. ബ്രിഗേഡിൻ്റെ പുറകെ പോകണം. പുറകെ കമ്മ്യൂണിക്കേഷൻ എല്ലാം കൊടുക്കും. അപ്പം ഷെല്ല് വരുന്നുണ്ട്, ബോംബാർട്ട്മെൻ്റ് ഉണ്ട്, ഇതെല്ലാം ഉണ്ട്. ഷെല്ലിങ് ആദ്യത്തെ ഒറ്റ രാത്രി കൊണ്ട് നമ്മൾ ഇവിടെ അന്ന് പൂഞ്ചില്ലേ, ഇന്ന് നടക്കുന്ന പോലെ കാശ്മീരിലും പൂഞ്ചിലും ഒക്കെ
അടി നടന്നുകൊണ്ടിരിക്കുക. അടി അവിടെ നമുക്ക് ഇച്ചിരി ബുദ്ധിമുട്ടാണ്, കാരണം മലയും കുന്നും മലയും എല്ലാം അല്ലേ. അത് കൊണ്ട് നമുക്ക് ശകലം ബുദ്ധിമുട്ടാണ് അവിടെ. അതിന് തന്നെ അടുത്തെന്നറിയാം, നമ്മൾ ഒരു പഞ്ചാബ് ഓർഡർ നമ്മൾ 4 മണിയായപ്പം അഡ്വാൻസ് ചെയ്ത് കയറിയാണ്. ഇച്ചിക്കൽ കനാൽ എന്ന് പറഞ്ഞൊരു കനാലുണ്ട്. ആ കനാൽ വരെ നമ്മൾ ഒറ്റ രാത്രി കൊണ്ട് അഡ്വാൻസ് ചെയ്തു. അപ്പോൾ അവിടെ വരെ ഞങ്ങൾ കമ്മ്യൂണിക്കേഷൻ കൊടുത്ത് കുറേ പോയി. 6-ാം തീയതി നമ്മൾ അഡ്വാൻസ് നമ്മൾ ഇവിടെ കയറി 19-ാം തീയതി അവസാനിച്ചു. നമ്മൾ ജയിച്ചു. അവിടെ നമ്മൾ കുറേ സ്ഥലം പിടിച്ചായിരുന്നു അവരുടെ. അതിൻ്റെ അഭിമാനമാണ്. പപ്പായുടെ വീട്ടിൽ വന്നിങ്ങനെ എനിക്കിതിന് ഇവിടെ വന്ന് കല്യാണം കഴിച്ച് വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് തന്നെ പപ്പായെ കുറിച്ച്. അതിന് മുമ്പ് എനിക്ക് അറിയത്തില്ലായിരുന്നു. പിന്നെ രാജ്യം ആദരിക്കുന്ന ഒരു വലിയ മനുഷ്യനാണ്. അതുപോലെ തന്നെ രാജ്യത്തിന് വേണ്ടിയുള്ള സ്നേഹം പോലെ തന്നെ വീട്ടിലെയും എല്ലാവർക്കും സ്നേഹവും കൊടുക്കുന്നുണ്ട്. മരുമക്കളെന്നോ മക്കളെന്നോ വ്യത്യാസമില്ല. രാഷ്ട്രീയത്തിൽ ജോർജിന് പണ്ടേ താല്പര്യമുണ്ടായിരുന്നു. വിദ്യാർത്ഥികാലം ഭൂരിഭാഗവും ബ്രിട്ടീഷ് ഭരണകാലത്തായിരുന്നു. വിദേശാധിപത്യത്തിനെതിരെ മുദ്രാവാക്യം വിളിച്ചതിന്റെ ഓർമ്മകൾ ഈ പഴയ സ്കൂൾ ലീഡറുടെ മനസ്സിൽ ഇപ്പോഴും മുഴങ്ങുന്നുണ്ട്. ആർമിയിൽ നിന്ന് അടുത്തൂൺ പറ്റി തിരിച്ചെത്തിയപ്പോൾ വീണ്ടും രാഷ്ട്രീയത്തിന്റെ വിളി വന്നു. പഞ്ചായത്ത് മെമ്പറായി. തദ്ദേശ ഭരണ വ്യവസ്ഥ ദാരിദ്ര്യത്തിൽ ഇഴയുന്ന കാലത്തായിരുന്നുവെങ്കിലും ബേബിച്ചായന്റെ ഉത്സാഹത്തിൽ വളണ്ടിയർ സേനയുണ്ടാക്കി തന്റെ വാർഡിലെ റോഡുകളെല്ലാം സഞ്ചാരയോഗ്യമാക്കാൻ കഴിഞ്ഞതിൽ ഈ 85-ാം വയസ്സിലും ജോർജ് അഭിമാനം കൊള്ളുന്നു. അതിഭയങ്കരമാണ്. ഫ്രണ്ടിലോട്ട് ഇവിടെ നിൽക്കാൻ വരാതെ കുറച്ച് ആൾക്കാരെ പുറകോട്ട് മാറിയപ്പോൾ അവിടെ ആളില്ലാതായി. അപ്പം പുറകിലുള്ള ഓഫീസർ ഇവരെ ക്ഷീണമാണ്. കമ്മ്യൂണിക്കേഷൻ ഇല്ലെങ്കിൽ ഈ തോക്കിനകത്ത് ഉണ്ടയില്ലെങ്കിൽ വെടി വീഴുമോ? ഇല്ല എന്ന് പറഞ്ഞ പോലെ കമ്മ്യൂണിക്കേഷൻ ഇല്ലെങ്കിൽ യുദ്ധമില്ല. ഞാൻ അവിടുന്ന് ലെബനോണിൽ പോയി ഒരാഴ്ച നിന്നു. കെയ്റോയിൽ പോയി ഒരാഴ്ച നിന്നു. അവിടെ ഈ പലസ്തീനും ഇസ്രായേലും കൂടെയുള്ള അടി അവിടെ മധ്യസ്ഥത UN ഫോഴ്സ്, കനഡിയക്കാരുണ്ടായിരുന്നു, യൂഗോസ്ലേവിയക്കാരുണ്ടായിരുന്നു, അങ്ങനെ പല രാജ്യക്കാരുണ്ടായിരുന്നു. അതിപ്പം അതിർത്തി ഇസ്രായേലിൻ്റെ ആണെന്ന് ഇസ്രായേൽ, പാലസ്തീൻ്റെ ആണെന്ന് പാലസ്തീൻ. എന്നാലും കുറച്ച് സ്ഥലമൊക്കെ അവർ വിട്ടുകൊടുത്തു. സാധാരണ ഈജിപ്ത് അവിടെ പലസ്തീൻകാരാണ് താമസിച്ചത്. അവർ വലിയ ലോഹ്യമായിരുന്നു ഞങ്ങളോട്. സംസാരിക്കുകയും വിളിക്കുകയൊക്കെ വലിയ കാര്യമായിരുന്നു പിള്ളേർക്ക്. ഞാൻ ആ പിള്ളേരുടെ കൂടെയൊക്കെ കടലിൽ നീന്താൻ പോയിട്ടുണ്ട്. കടലിൽ കര കാണാത്രത്തോളം നീന്തി പോയിട്ടുണ്ട്. നമ്മൾ ഈ തെക്കേറ്റത്ത് കിടക്കുന്നതുകൊണ്ട് വേറെ യുദ്ധം വീരചക്രമൊന്നും നമുക്കങ്ങനെ അറിയില്ലല്ലോ. എസ്പെഷ്യലി ഈയിടെ ഈ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് പുള്ളിയെ വിളിച്ച് അനുമോദി ഇവരുടെ എന്തോ യൂണിറ്റിൻ്റെ എന്തോ ഒരു ഇത്ര ഇയർ റെജിമെൻറ്റിൻ്റെ എന്തോ കാര്യം പുള്ളി വിളിക്കുകയും അനുമോദിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അന്നേരമാണ് പൊതുജനത്തിന് ഇതിനെക്കുറിച്ച് ഒരു ബോധ്യം ഉണ്ടാവുന്നത്. അപ്പോൾ ഞങ്ങളിവിടെ പുള്ളിക്ക് ഭയങ്കര സ്വീകരണമൊക്കെ കൊടുത്തു സുന്ദരമായിട്ട്. അപ്പോൾ എല്ലാവരും ഇപ്പോൾ ഞങ്ങളൊക്കെ കരുതുന്ന പറഞ്ഞാൽ നമ്മുടെ ഗ്രാമത്തിൻ്റെ ഒരു അഹങ്കാരം ആണ് ഞങ്ങളുടെ ബേച്ചാൻ. ജോൺ ബേച്ചാൻ എന്നാണ് പുള്ളിയെ ഞങ്ങൾ മൊത്തത്തിൽ പറയുന്നത്. ഇപ്പോഴേ ഇന്നലത്തെ പേപ്പർ കിടക്കുന്ന കണ്ടു, കാശ്മീരിലെ ഒത്തിരി സിവിലിയൻസ് മരിച്ചെന്ന്. അത് അവർക്ക് സപ്പോർട്ട് ചെയ്തു. കാശ്മീരിൽ ഇപ്പോഴും കുറേ ആൾക്കാർ അങ്ങനെ സൈഡ് പിടിക്കുന്നുണ്ട്. സാധാരണ 2 രാജ്യങ്ങളും കൂടെ തീരുമാനിക്കണം. അതിർത്തി നമ്മുടെ കാശ്മീർ അവർ കുറേ പിടിച്ചു വെച്ചിട്ടില്ലേ, അതാ ഈ പ്രശ്നങ്ങൾ മുഴുവനെ. അന്ന് തിമ്മയ പറഞ്ഞ 1 മണിക്കൂർ സമയം എന്താ
അത് പിടിച്ചെടുത്തോളാം നടന്നില്ല. യുദ്ധങ്ങൾ നടക്കുന്ന സമയത്ത് അതിർത്തിയിലെ മനുഷ്യരുടെ അവസ്ഥ, അവിടുത്തെ മനുഷ്യരെ സത്യം പറഞ്ഞ നമ്മളൊക്കെ നിലനിർത്തുന്നത് അവരാ. വഴിയിലെ കടുവയും അത് പാല് എല്ലാം വെച്ചുകൊണ്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പട്ടാളം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോയിക്കൊണ്ടിരിക്കുകയില്ലേ. സപ്പോർട്ടും പാല് കടല എന്ന് വേണ്ട എല്ലാ സാധനങ്ങളും അവർ വഴി വെച്ച് തരും. ഇന്ത്യ പാക് യുദ്ധത്തിന്റെ സുവർണ ജൂബിലി ആഘോഷവേളയിൽ ഭാരത സർക്കാർ സിഗ്നൽ സ്കോറിലെ ഈ പഴയ ലാൻസ് ഹവീൽദാറെ മറന്നില്ല. വിജയത്തിന്റെ ഓർമ്മകൾ പുതുക്കാനും ജവാന്മാരുടെ യുദ്ധവീര്യം നഷ്ടപ്പെടാതെ സൂക്ഷിക്കാനും സംഘടിപ്പിച്ച ചടങ്ങുകളിലേക്ക് ഇദ്ദേഹവും ക്ഷണിക്കപ്പെട്ടു. 50 വർഷം മുൻപ് ഇന്ത്യൻ പ്രസിഡന്റ് ഡോക്ടർ രാധാകൃഷ്ണനിൽ നിന്ന് ലഭിച്ച വീരചക്ര ബഹുമതി ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പത്തായി സൂക്ഷിക്കുന്ന ഈ ദേശസ്നേഹിക്ക് സർക്കാരിൽ നിന്ന് ലഭിക്കുന്ന ഏതൊരു പാരിതോഷികവും വിലപ്പെട്ടതാണ്. അതിലൂടെ തന്റെ ജന്മനാടും കൂടി ആദരിക്കപ്പെടുന്നു എന്നാണ് അദ്ദേഹം വിശ്വസിക്കുന്നത്. പട്ടാളം 16 വർഷം കഴിഞ്ഞ് ഞാൻ 1969 അവിടുന്ന് പോന്നു. അത് കഴിഞ്ഞ് ഞാൻ നെടുങ്ങാടപ്പള്ളിയിലെ ഒരു സ്റ്റേഷനറി കട ഇട്ടു. ഒരു 10 വർഷത്തോളം അവിടെ 69 തുടങ്ങി 78 വരെ. അത് കഴിഞ്ഞ് ഞാൻ ഇവിടുന്ന് കുവൈറ്റിന് പോയി. ഗൾഫ് ജീവിതം സുഖമായിരുന്നു. കാരണം നല്ല ഭക്ഷണം, അവിടെ അങ്ങനെ വലിയ ജോലി ഇല്ല. 10 വർഷത്തോളം അവിടെ ജോലി ചെയ്തു. ജോലി ചെയ്തിട്ട് തിരിച്ചു വന്ന് പഞ്ചായത്തിൽ കയറി. കുന്നന്താനം പഞ്ചായത്തിൽ 4ാം വാർഡിൽ ഈ വാർഡിൽ നിന്ന് പഞ്ചായത്തിൽ നിന്ന് ജയിച്ചു. കേരള കോൺഗ്രസിൽ ചേർന്നായിരുന്നു. ചെറുപ്പം മുതൽ രാഷ്ട്രീയത്തിൽ കളിക്കുന്ന, സ്കൂളിൽ പഠിക്കുമ്പോഴേ രാഷ്ട്രീയത്തിലുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് ഇങ്ങനെ വന്ന് കേരള കോൺഗ്രസ് ഉണ്ടായപ്പോൾ അന്ന് മുതൽ കേരള കോൺഗ്രസ് അല്ല, എങ്ങോട്ടും മാറിയിട്ടില്ല. ഇവിടെ എൻ്റെ വാർഡിലുണ്ടായിരുന്ന റോഡുകൾ മുഴുവൻ നേതൃത്വം എടുത്ത് ഞാൻ തന്നെ ആളെ കൂട്ടി വിതൗട്ട് പൈസ ശമ്പളം കൊടുക്കാതെ റോഡുകൾ നന്നാക്കി എല്ലാ റോഡും നല്ല ഭംഗിയായിട്ടിട്ടു. 5 വർഷം, 7 വർഷം പഞ്ചായത്തിലുണ്ടായിരുന്നു. അന്ന് 5 വർഷം കഴിഞ്ഞപ്പോൾ നീട്ടിക്കൊടുത്തത് കിട്ടി. അങ്ങനെ 7 വർഷം പഞ്ചായത്ത്. അന്നത്തെ പഞ്ചായത്ത് എന്ന് പറയുന്നത് വലിയ പൈസ എങ്കീസ ഒന്നും ഇല്ലാത്ത ഒരു സമയമാണ്. ഞങ്ങൾക്ക് 100 രൂപ സ്റ്റൈഫൻഡ് സിറ്റിംഗ് ഫീസായിട്ട്. ഇപ്പൊ രാഷ്ട്രീയത്തിൽ വലിയ കാര്യമൊന്നുമില്ല, എല്ലാം പോയി. അന്ന് രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിരുന്നു. രാഷ്ട്രീയം ഇപ്പം ഇന്ന് ഒരു രാഷ്ട്രീയമാണെങ്കിൽ നാളെ വേറെ രാഷ്ട്രീയത്തിൽ എങ്ങനെ പോയാലുണ്ട് എന്നാ ഒരു ഇപ്പോഴത്തെ പിള്ളേർക്ക് രാഷ്ട്രീയം അത്ര കാര്യമായിട്ടൊന്നും ഇല്ല. നമ്മൾ പറഞ്ഞ് പഠിപ്പിക്കാനായിരിക്കും, നമ്മളെ പഠിപ്പിക്കാഞ്ഞിട്ടായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. അതിന് പിള്ളേരെ മുന്നോട്ട് ഇറക്കണം. രാഷ്ട്രീയത്തിൽ ചെറുപ്പത്തിൽ പിള്ളേരെ സർവ ഇതിനും വിടണം. രാഷ്ട്രീയത്തിനും പ്രസംഗത്തിനും പഠിപ്പിച്ച് വിടണം മുന്നോട്ട്. നാടന് സമരം ഇന്ന് എന്നും സമരം, അത് നല്ലതല്ല. മനുഷ്യർക്ക് എവിടെയെങ്കിലും ദൂരോട്ട് പോകാൻ പ്രശ്നം, പിന്നെ വളരെ കഷ്ടം പിടിച്ച ഒരു നീക്കമാണ് ഇപ്പം നടക്കുന്നത്. കേരളത്തിലെ ചെറുപ്പക്കാർക്ക് ഇപ്പോൾ പട്ടാളത്തിൽ താൽപര്യമില്ലെന്നാണ് ബേബിച്ചായൻ പറയുന്നത്. യുദ്ധകാലത്ത് വീടുകൾ വിട്ടു പോകേണ്ടി വരുന്ന സാഹചര്യം മലയാളികൾ അനുഭവിച്ചിട്ടില്ലാത്തതുകൊണ്ടാവാം അതിർത്തിയുടെ കാവൽക്കാരാകാൻ അവർ വൈമുഖ്യം കാണിക്കുന്നത്.
വാസ്തവത്തിൽ പട്ടാള ജീവിതം സമ്മാനിക്കുന്ന അച്ചടക്കവും ആരോഗ്യബോധവും സേവന തൽപരതയുമാണ് ജോർജിന്റെ ദീർഘായുസിന്റെ രഹസ്യം. ഇപ്പം പട്ടാളക്കാരില്ല, ചുരുക്കം. മറ്റേ ഈ ഒരു വീട്ടിൽ 2, 3, 1, 2 പേരുണ്ടായിരുന്നു. ഇപ്പം പട്ടാളക്കാരില്ല. നിരവധി എല്ലാ വീടും, മിക്കവാറും വീടുകളിലെല്ലാം ഉണ്ട് ഇവിടങ്ങളിൽ. ഇപ്പം ആരും പോകുന്നില്ല. ആവശ്യമില്ലാത്ത ഒരു ഇതുവാ. ഇന്ത്യ വിഭജിച്ചപ്പോൾ അത് കർശനമായിട്ട് ഉള്ള അഗ്രിമെന്റിൽ വേണമായിരുന്നു ചെയ്യാൻ. വിഭജിച്ചത് തന്നെ തെറ്റായി. യുദ്ധം എപ്പോഴും അപകടമാ. ഒത്തിരി ആളുകൾ ചാവും, ഒത്തിരി നാശനഷ്ടങ്ങൾ ഉണ്ടാകും. സമാധാനമാണ് നല്ലത്. യുദ്ധം കൊണ്ട് നഷ്ടമേ ഉള്ളൂ 2 കൂട്ടർക്കും.